നമസ്കാരം. അതെ, ഈ ഒരു വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും മറ്റുള്ളവർ കാണാനും കേൾക്കാനും അതിലൂടെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. വാട്സപ്പിൽ നിങ്ങൾ മരിച്ചുവോ? ഈ ചോദ്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ മെമ്പറായിരിക്കാം. പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ മറുപടി പറയാതെ ആ ഗ്രൂപ്പിലെ ഒരു മരിച്ച വ്യക്തിയായി ഒരുപക്ഷെ നിങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പല ഗ്രൂപ്പിലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലും ഒരു ലൈക്ക് പോലും കൊടുക്കാതെ മാസങ്ങളോളം മരവിച്ചിരിക്കുന്ന കുറേ ആളുകളെ ഞാൻ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാറുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു പ്രിവിലേജ്ഡ് പേഴ്സൺ ആയതുകൊണ്ടാണ്, നിങ്ങൾക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്കൊരു പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ മരവിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ കാലത്ത് പേഴ്സണാലിറ്റിയേക്കാളും ഇമ്പോർട്ടൻസ് ആണ് വെർച്വൽ ബോഡി ലാംഗ്വേജിനും വെർച്വൽ പേഴ്സണാലിറ്റിക്കും. വെർച്വൽ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ വെർച്വൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസിലും നിങ്ങളുടെ ഓൺലൈൻ വേൾഡിലും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പെരുമാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളൊരു ഡെഡായി പോയൊരു വ്യക്തിയാണ്. കേട്ടില്ലേ? വാട്സപ്പിൽ മിണ്ടാതിരിക്കുന്നവരുടെ അവസ്ഥയാണ്. തീർന്നു, മരിച്ചു എന്ന് പറഞ്ഞാൽ ഡെഡായി. ശരിക്കും വാക്കുകളുടെ പ്രയോഗം കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. ശബ്ദം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവരോട് എന്തെങ്കിലും പറയാമോ എന്നറിയില്ല. എന്നാലും തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയാതിരിക്കാൻ തോന്നിയില്ല. ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടും തോന്നലുകളും പറയുന്നതിന് തെറ്റു പറയാൻ കഴിയില്ല. എന്നാലും വാട്സാപ്പിൽ നിങ്ങൾ മരിച്ചുവോ? നല്ല ക്യാപ്ഷൻ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നവരെല്ലാം പ്രിവിലേജ് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ലൈക്ക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം മരണപ്പെട്ടു, ഡെഡായി, ഒന്നിനും ഉപയോഗമില്ലാത്ത ആൾക്കാരായി മാറി. നല്ല കാഴ്ചപ്പാട്. ഇതിനുള്ള മറുപടിയല്ല നമ്മളൊന്ന് ഓർക്കേണ്ടത്, ഇന്ന് വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയകളും നമ്മുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും എളുപ്പം എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണെന്ന് മാത്രം ഓർക്കുക. എന്നാൽ വലിപ്പച്ചെറുപ്പമില്ലാതെ മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ ഹോമിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്ന് ആലോചിക്കുന്നവരാണ് നമ്മളിലേറെയും. പിന്നെയാണ് വാട്സപ്പിലെ ശവമെടുക്കൽ. ഓരോരുത്തർക്കും ആവശ്യത്തിനും അനാവശ്യത്തിനും തൊട്ടതിനും പിടിച്ചതിനും വാട്സപ്പ് ഗ്രൂപ്പുകളും മെസ്സേജുകളും കൊണ്ട് ജീവിതം വഴിമുട്ടി വഴിവെക്കിലിരിക്കുകയാണ്. ഇതിനെയാണോ പ്രിവിലേജ് എന്ന് പറയുന്നത്? എന്തിനും പിരിവ് കൊടുക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ മൗനം തന്നെ ധാരാളം. അല്ലെങ്കിൽ തന്നെ പ്രിവിലേജും പിടിച്ചിരിക്കുന്ന ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടി കാത്തിരിക്കൂ. ഇന്ന് ഒരു മനുഷ്യൻ വാട്സപ്പ് മെസ്സേജിന് മാത്രം മറുപടി കൊടുക്കാൻ തീരുമാനിച്ചാൽ 24 മണിക്കൂർ തികയുമെന്ന് തോന്നുന്നുണ്ടോ? വാട്സപ്പും മറ്റ് കലാപരിപാടികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് ഇത്തിള് പോലെ വന്ന്